നമസ്കാരം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരത്തിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് പ്രകടനം പക്ഷെ അത്ര മികച്ചതല്ല. വർഷങ്ങളായി ഒരു ക്ലീൻ ഹിറ്റ് പോലുമില്ലാതെ ഇൻഡസ്ട്രിയിൽ പടങ്ങൾ ചെയ്തിട്ടും ദിലീപിന്റെ മാർക്കറ്റ് വാല്യൂ ഒരു അണു പോലും ഇടിഞ്ഞിട്ടില്ല. എങ്കിലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ദിലീപിന്റെ സ്വീകാര്യതയ്ക്ക് കാര്യമായ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. സംഭവം നടന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത് എങ്കിലും അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ ഉള്ളത് ആയതുകൊണ്ടും കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളെല്ലാം കാരണം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു. അതിനുശേഷം പൊതുവെ മാധ്യമങ്ങൾക്ക് അധികം മുഖം കൊടുക്കാതെ നടക്കുകയാണ് ദിലീപ്. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിൽ ഇരിക്കുന്ന വേളയിൽ പോലും സിനിമാ പ്രമോഷനുകളിൽ അധികം അദ്ദേഹത്തെ കാണാൻ കഴിയുകയുണ്ടായിരുന്നില്ല. എങ്കിലും അടുത്ത കാലത്തായി താരം ധാരാളം പ്രമോഷനുകളും പരിപാടികളും അഭിമുഖങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു അഭിമുഖത്തിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മീശ മാധവൻ എന്ന ഹിറ്റ് ചിത്രത്തില് റിലീസ് 24 വർഷം പിന്നിടുന്ന വേളയിലാണ് ഈ അഭിമുഖം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ദിലീപ് ഇതിനിടയിൽ വെളിപ്പെടുത്തിയത്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മീശ മാധവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവും ഞാനും തമ്മിലുണ്ടായ ഒരു വിഷയത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായി സിനിമയിൽ നിന്ന് ബാൻ വരെ ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള വിഷയമായിരുന്നെങ്കിലും അത് മറ്റൊരു രീതിയിലേക്ക് മാറി. എല്ലാവരുടെയും മുന്നിൽ ഞാൻ വില്ലനായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് മീശ മാധവൻ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. പാട്ടുകളുടെ ചിത്രീകരണം അവസാനത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അവസാനം ചിത്രീകരിക്കുന്നത് ചിങ്ങമാസം എന്ന പാട്ടും വാളെടുത്താൽ അങ്കപ്പൂരി തുടങ്ങിയ പാട്ടുകളായിരുന്നു. വാളെടുത്താൽ അങ്കക്കലി എന്ന പാട്ടിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു തരത്തിൽ പോലും നമുക്ക് അറിയാതെ തന്നെ നമ്മൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടിൽ ഞാൻ വളരെ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതാണ് കാണാനാവുക. പക്ഷേ ഡാൻസ് ചെയ്യുന്നത് തന്നെ എനിക്ക് ടെൻഷനുള്ള കാര്യമാണ്. അതിനിടയിൽ മാനസികമായി ഞാൻ ഒട്ടും ശരിയായിരുന്നില്ല. എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്, അവർക്ക് എന്റെ സത്യം അറിയില്ലല്ലോ എന്ന ചിന്തയായിരുന്നു എനിക്കെന്നും ദിലീപ് പറയുന്നുണ്ട്. വലിയൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ അറിയുന്നും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഫോണുകളും വന്നുകൊണ്ടിരുന്നത്. ലാലു ഫോൺ കൊണ്ടുവന്ന് തരും. ആരാണെന്ന് പറഞ്ഞാൽ വീണ്ടും വലിയ പ്രശ്നങ്ങളാകും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഞാൻ ഡാൻസ് ചെയ്തത്. സത്യമായി പറഞ്ഞാൽ എന്റെ നെഞ്ചിൽ തീക്കനൽ വാരിയിട്ടതുപോലുള്ള പ്രഷറായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞാൻ ചിങ്ങമാസം പാട്ട് ചെയ്യുമ്പോൾ പൊള്ളാച്ചിയിലെ ഒരു മരത്തിന്റെ അടിയിലിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. എന്തിനാണ് ഇവർ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, എന്തറിഞ്ഞിട്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മളത് കാണിക്കരുത്. അത് ജോക്കർ സിനിമയിൽ പറഞ്ഞതുപോലെയാണ് എന്നുമായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe now. Thank you.